الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആകാശത്തിന് ചുവട്ടിലെ ബന്ധങ്ങളിൽ ഏറെ മഹത്വമേറിയ ഒരു ബന്ധമായി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് വൈവാഹിക ജീവിതത്തിലെ ദമ്പതികളുടെ ജീവിതം. പക്ഷെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിലേറെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് ആളുകൾ പങ്കെടുത്ത് വളരെ പണച്ചെലവോടുകൂടെ നടത്തിയ വിവാഹങ്ങൾ പോലും ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറുകയും സ്വാഭാവികമായും സ്വരച്ചേർച്ചയില്ലായ്മ ആ കുടുംബങ്ങളിൽ അന്യമായി തീരുകയും ഒരുമിച്ച് കഴിയേണ്ടുന്ന മക്കളെ ഓഹരി വെക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഇന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വിവാഹത്തിന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം മീസാക്കൻ ഒലീല, ദൃഢമായ കരാർ എന്നാണ്. പലപ്പോഴും ഒരുപാട് കാലം നിക്കാഹിന് വേണ്ടി സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ എന്താണ് ഈ നിക്കാഹിൽ നടക്കുന്ന കരാറെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രക്ഷാകർത്തൃത്വത്തിലുള്ള പെൺകുട്ടിയെ മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയാണ്, ഈ രക്ഷാകർത്തൃത്വത്തിന്റെ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്.
ആ നിക്കാഹിന് ശേഷം ആ മകളുടെ രക്ഷിതാവ് ഇനി ഏറ്റെടുക്കപ്പെടുന്ന ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ ദൃഢമായ കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ സംബന്ധിച്ചുള്ള ആ പെൺകുട്ടിയോടുള്ള ഏത് പെരുമാറ്റവും നമ്മളോട് ചോദ്യം ചെയ്യുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ മൈതാനിയിൽ പറഞ്ഞു. ആ കരാറിന് ഖുർആൻ ഉപയോഗിച്ച പദമാണ് മീസാഖൻ അലീല, ദൃഢമായ കരാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ പദം മറ്റൊരു വിഷയത്തിലല്ല ഇതേ പദം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ 1,00,000-ൽ പരം പ്രവാചകന്മാരിലെ 25 പ്രവാചകന്മാരെ ഖുർആൻ പറയുമ്പോൾ അതിൽ ശ്രദ്ധേയരായ ഉലുൽ അസ്മിന്റെ അള്ളാഹുവിന്റെ പ്രബോധന ദൗത്യങ്ങളിൽ ഇറങ്ങി പരീക്ഷണങ്ങളെ മനക്കരുത്തോടുകൂടെ നേരിട്ട് സമൂഹത്തിൽ പ്രബോധനം നിർവഹിച്ച പ്രവാചകന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞത് വൈദ അഖദനാ മിനൻ നബിയ്യീന മീസാഖഹും, അള്ളാഹു അവരുടെ പ്രവാചകന്മാരിൽ നിന്ന് ദൃഢമായ കരാർ വാങ്ങി. വമിൻക, അല്ലയോ മുഹമ്മദ് നബിയെ താങ്കളിൽ നിന്ന്, വമിൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന്, ഇബ്രാഹിം നബിയിൽ നിന്ന്, വമൂസ വഈസ ഇബ്നു മറിയം മൂസയിൽ നിന്ന്, ഈസ ഇബ്നു മറിയമിൽ നിന്ന്, വഅഖദനാ മിൻഹും മീസാഖൻ അലീല, ദൃഢമായ കരാറാണ് അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളതാണ്. അതായത് പ്രവാചകന്മാരും അള്ളാഹുവും തമ്മിലുള്ള ഉടമ്പടിക്കല്ല ഉപയോഗിച്ച പദം മീസാഖൻ അലീല. ഒരു പുതുമനവാളനും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവും തമ്മിൽ ചെയ്ത കരാറിന് ഉടമ്പടിക്കും അല്ല ഉപയോഗിച്ച പദം മീസാഖൻ അലീല. അള്ളാഹുവെ, നിന്റെ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത പ്രബോധനം ചെയ്തു കൊള്ളാമെന്ന ആ പ്രവാചകന്മാർ റബ്ബിനോട് നടത്തിയ കരാറിന്റെ അതേ പ്രയോഗമാണ്. ആ രക്ഷിതാവിന്റെ കൈപിടിച്ച് സ്വീകരിക്കുന്ന മകളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന്, അഥവാ ഒരു പിതാവിന്റെ കീഴിൽ ഒരു മകള് ജീവിക്കുന്ന കാലം അത്രയും അകാരണമായി ആ മകളുടെ കണ്ണൊന്ന് നിറയുമ്പോൾ വാപ്പാന്റെ ചങ്കപടക്കുമായിരുന്നെങ്കിൽ ആ മകളെ ഏറ്റെടുക്കുന്ന കാലഘട്ടം മുതൽ അകാരണമായി കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്ന ഒരു പുരുഷന്റെ ഉത്തരവാദിത്വത്തെയാണ്, ആ ഉടമ്പടിയാണ് മീസാഖൻ അലീല എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത്തെ വിവാഹങ്ങളിൽ ആ കരാറിന് തകർച്ച സംഭവിക്കുന്നു. ആ കരാറുകളിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത്രയും മഹനീയമായ സദസ്സുകളെ ആളുകൾക്ക് പരിഹസിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളായി നിന്റെ വിവാഹങ്ങൾ മാറാൻ, ഒരു തമാശകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നിവാസവും ഇതിന്റെ മറവിൽ ചെയ്യാമെന്ന രീതിയിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം വിവാഹങ്ങളുടെ ദിവസങ്ങൾ മാറി. ഒരു ദിവസമുണ്ടായിരുന്ന വിവാഹം 2ആയി, 3ആയി, 4ആയി. പ്രിയമുള്ളവരെ, കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു പച്ചക്കല്യാണത്തിൽ നിന്ന് മഞ്ഞക്കല്യാണത്തിലേക്ക് മാറി, അതിൽ നിന്ന് മൈലാഞ്ചിയിലേക്ക് മാറി, അത് കഴിഞ്ഞ് നിക്കാഹിന്റെ ദിവസത്തിലേക്ക് മാറി. അതിന്റെ ദിവസങ്ങളും ആഘോഷങ്ങളും പൊടിപൊടിക്കുമ്പോ എന്ത് തോന്നിവാസങ്ങളും എന്ത് തമാശകളും ഇതിന്റെ പേരിൽ ചെയ്യാമെന്ന അർത്ഥം നമ്മൾ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഖുതുബ നടത്തി, ഒരു നിക്കാഹ് നടത്തി, അതിന്റെ ശേഷം അവിടെ കൂടിയ മുഴുവൻ ആളുകളും പ്രാർത്ഥിക്കുകയാണ്, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ, അള്ളാന്റെ അനുഗ്രഹം സദാ നിങ്ങളുടെ മേൽ വർഷിക്കുമാറാവട്ടെ, നന്മയിൽ അള്ളാഹു നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കട്ടെ എന്ന് അവിടെ കൂടിയ മുഴുവൻ ആളുകളും ദുആ ചെയ്തിട്ട് പോലും പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിന്റെ ബറക്കത്തില്ലാതെ ആ വിവാഹങ്ങൾ എവിടെ തകർക്കപ്പെടുന്നു, എവിടെ സമാധാനങ്ങൾ നഷ്ടപ്പെടുന്നു. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പ്രാർത്ഥനയ്ക്ക് വൈരുദ്ധ്യമായി പ്രവർത്തിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകില്ല. പ്രാർത്ഥനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുമ്പോ അള്ളാന്റെ ബറക്കത്ത് ലഭിക്കേണ്ടുന്ന വിവാഹങ്ങളെ ആ ബറക്കത്തിന്റെ ഇടം പോലുമില്ലാത്ത, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾക്ക് കടന്നു വരാൻ പോലും നിഷിദ്ധമാകുന്ന ഇടങ്ങളായി നമ്മൾ മാറ്റാണ്. നിക്കാഹ് ഒരു സൈഡിലൂടെ കഴിഞ്ഞിങ്ങനെ ആളുകൾ ഇറങ്ങുമ്പോഴേക്കും മറു സൈഡിലൂടെ ഹറാമിന്റെ പേക്കൂത്തുകളെ നമ്മൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. എല്ലാ വൃത്തികേടുകളും കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 3 കാര്യങ്ങൾ നോക്ക്, അവിടെ നിങ്ങളിലേക്ക് ചരൽ മഴ വർഷിക്കുമാറ്, അതുപോലെ തന്നെ സമുദ്രങ്ങൾ പൊട്ടിയൊഴുകുന്ന, രൂപങ്ങളെ മാറ്റപ്പെടുന്ന ശിക്ഷകളെ അള്ളാഹു നിങ്ങളിലേക്ക് നൽകാൻ കാരണമായ വലഹറത്തിൽ ഖൈനാതു വൽ മആസിഫാത്ത്,
നർത്തകികള്, വാദ്യോപകരണങ്ങള്, അധികരിക്കുന്നൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പിന്തുണയില്ലാതെ വിവാഹങ്ങൾ നടക്കില്ല എന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറി. അതിനേതെങ്കിലും നാട്ടിൽ ആരെങ്കിലും കാണിച്ച ഒരു കോപ്രായങ്ങളെ കൊണ്ടുവന്ന് ഒരു മനോഹരമായ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് അല്ലാഹു ദൃഷ്ടാന്തമായി എണ്ണിയ ആ നിക്കാഹിന്റെ വേദികളെയാണ് നമ്മൾ അലങ്കോലമാക്കുന്നത്. ഏതൊരു ആക്ഷനുകൾ കൊണ്ടുവന്ന് അവിടെ ഡാൻസ് കളിച്ച് നിങ്ങൾ നോക്ക്, ഒരു കാലഘട്ടം അത്രയും വരനും പെൺകുട്ടിയും ഒരു ഭാഗത്തിരിക്കുമ്പോ മറ്റുള്ളവർക്ക് തുടങ്ങിയ ഡാൻസിന്റെ ഹരമാണെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി അവർ പോലും പരസ്യമായി ഡാൻസ് കളിക്കുന്ന ഒരു ക്യാമറാമാന്റെ മുന്നിൽ മണിയറക്കുള്ളിൽ ചെയ്യേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും ക്യാമറമാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിയിട്ട്, പ്രിയമുള്ളവരെ, നിക്കാഹിന് മുമ്പ് സേവ് ദ ഡേറ്റ് എന്ന പേര് പറഞ്ഞ് ഏതോ ഒരു വിജനതയിലേക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പെൺകുട്ടിയും വരനും ക്യാമറമാന്റെ കൂടെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം അല്ലാഹുവോട് പറയാ ബാറക്കല്ലാഹു ലക്കും വബാറക അലൈക്കും. എന്ത് ബറക്കത്ത് കിട്ടണമെന്നാണ്, എന്ത് ബറക്കത്ത് കിട്ടണമെന്നാണ് ഈ വിവാഹങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുത്ത് റസൂല് പറയാൻ 3 കാര്യങ്ങളെ നിങ്ങൾ കളികളായിട്ട് കാണല്ലേ, 3 കാര്യങ്ങളെ നിങ്ങൾ കളിയായി തള്ളിക്കളയല്ലേ. അവിടെ പ്രവാചകൻ പറഞ്ഞു സലാസൻ, 3 കാര്യം ലാ ലഅബ ഫീഹിന്ന, അവകളിൽ നിങ്ങൾ കളിക്കാൻ പാടില്ല. ആ 3 കാര്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു അത്വലാഖ്, വിവാഹമോചനമാണ്. തമാശക്ക് നിന്നെ ഞാൻ ഒഴിവാക്കുമെന്ന് പറയാ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയാ. പ്രിയമുള്ളവരെ, ത്വലാഖ് പോയിട്ട് അകാരണമായ ഒരു പെണ്ണ് ഭർത്താവിനോട് ത്വലാഖിനെ ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിന്റെ മണം പോലും അള്ളാഹു ആ പെണ്ണിനെ ഹറാമാക്കി എന്നാണ്. ഒരു കാരണമില്ലാതെ എന്നെ ഒഴിവാക്കി തന്നേക്ക് എന്ന് പെണ്ണ് ഭർത്താവിനോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സഹോദരിക്ക് സ്വർഗത്തിന്റെ മണം പോലും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ ഗൗരവമുള്ള കാര്യങ്ങളെ തമാശ പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞ് നിന്നെ ഞാൻ തലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞ് തമാശ പ്രയോഗം നിങ്ങൾ നടത്താനുള്ളതല്ല. അടിമമോചനകളുടെ വിഷയത്തിലും നിങ്ങൾ കളിക്കാൻ പാടില്ല. വന്നിക്കാഹ്, നിക്കാഹിന്റെ വിഷയങ്ങളും തമാശയില്ല, അതിന് കളികളല്ല, അത് സീരിയസ് ആണ്. അതിന് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാവണം, അതല്ലെങ്കിൽ കാര്യമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹു തആല അവന്റെ ദൃഷ്ടാന്തമായി മനസ്സിലാക്കാൻ നമ്മളോട് എണ്ണിപ്പറഞ്ഞ വിഷയങ്ങളിൽ കാണാം. നിങ്ങൾ നോക്ക്, നേരത്തെ ഉദ്ധരിച്ച സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത്, അതിന് മുമ്പത്തെ ആയത്ത് അല്ല തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഈ ആയത്തും അല്ല തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള ആയത്തുകളും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെയാണ്. ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അല്ല എണ്ണിയത് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ അള്ളാഹു കൊണ്ടുവന്നത് എങ്കിൽ ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് വീട് കൂടി താമസിക്കാനാണ്, സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും വെച്ച് തന്നവനാണ് അല്ലാഹ്. എന്താ മവദ്ദ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥമായ പ്രണയത്തിന് പറയുന്ന പേരാണ് മവദ്ദ. 90-ലധികം പദങ്ങളുണ്ട് പ്രണയത്തിന് അറബി ഭാഷയിൽ. അതിന്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന വേർഡാണ് മവദ്ദ. നോക്കേ, കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു നിശ്ചിതമായ കാലയളവുകളിൽ ദമ്പതികൾക്കിടയിൽ ഒരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകും. അത് മവദ്ദയാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവന് വയസ്സായി ശാരീരികമായി തളർന്നു കിടന്ന് രോഗാവലംബിയായി കിടക്കുമ്പോഴും ഒരു കാരുണ്യത്തിന്റെ സ്നേഹം ഉണ്ടാവില്ലേ? വറഹ്മ. ഇത് രണ്ടും അള്ളാഹു നിങ്ങളിൽ തന്നോന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട്, വജഅല ബൈനകും. അള്ളയാണ് നിങ്ങൾക്കിടയിൽ ഏർപ്പെടുത്തി തന്നത്. ഈ റഹ്മത്തും അബദ്ധത്തും തന്നത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവില്ല സ്നേഹം. നമ്മൾ വിചാരിക്കുന്ന ഭൗതികതയുടെ പേരിൽ ഉണ്ടാകുന്നതല്ല സ്നേഹം. സൗന്ദര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ കഴിയില്ല. അത്യാഡംബരപൂർണമായ വാഹനത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടാക്കാൻ കഴിയില്ല. എല്ലാ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും ആ സ്നേഹമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, JCBയുടെ മേലെ വരനിങ്ങനെ കടന്നു വരാൻ അള്ളാന്റെ സ്നേഹം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്കൂൾ കുട്ടിയുടെ വേഷം ധരിച്ച്, അതുപോലെ തന്നെ കാളവണ്ടിയിലെ ഏത് കോപ്രായ തരങ്ങൾക്കും വരന്മാര് കടന്നു വരുമ്പോ
അതിനെ സ്വീകരിക്കാൻ ലജ്ജയോടുകൂടെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ കാലഘട്ടങ്ങളിൽ സ്നേഹം പടച്ചോൻ തരണം. നിങ്ങൾ ആര് വിചാരിച്ചാലും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കുന്നത് ഞാൻ പറഞ്ഞ വെറും ഒരു വാക്കല്ല. ലോകത്തേറ്റവും മഹത്തരമായ സ്നേഹത്തോടെ ജീവിച്ചവരാരെന്നറിയോ? റസൂലുള്ളാഹിന്റെ സ്വഹാബത്താൻ. മക്കയെന്നൊക്കെ ഇട്ടെറിഞ്ഞ് വീടില്ല, ഒരു സൗകര്യമില്ല. യസ്രിബിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോ എല്ലാം കൊടുത്ത് സ്വീകരിച്ചവർ, ഒരു സഹോദരന് സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ തയ്യാറായവർ. നിങ്ങൾ നോക്കി, എല്ലാം കൊണ്ടും അവർ അൻസാറുകളായി നെഞ്ചിരിച്ച് ആ സാഹോദര്യ ബന്ധത്തിനേക്കാൾ വലിയൊരു സാഹോദര്യ ബന്ധം ലോകത്തില്ല. ആ സാഹോദര്യ ബന്ധത്തിനെ പറ്റി അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത് നാമാണ്. അല്ലാഹ് പറയാണ്, അവരുടെ സാഹോദര്യ ബന്ധം അവർക്കിടയിൽ നാം ഇണക്കമുണ്ടാക്കിയതാണ്. മുത്തുനബിയോട് പറയുന്നുണ്ട്, റസൂലേ ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീആ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും അങ്ങ് ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ താങ്കൾക്ക് യോജിപ്പുണ്ടാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത് റബ്ബാണ്, അല്ലാഹുവാണ്. റസൂലേ എന്താ പറഞ്ഞേ? റസൂലേ, ദുനിയാവിലുള്ളത് മുഴുവൻ ചെലവഴിച്ചിട്ട് അവർക്കിടയിൽ ഒരു ഇണക്കമുണ്ടാക്കാൻ താങ്കൾ ശ്രമിച്ചാൽ കഴിയില്ല. അത് അല്ലയാ ചെയ്യുന്നത്, അല്ലാഹുവാണ് അടക്കം ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാപ്പ കുറെ കുന്നുപോലെ സ്വർണം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ എന്ത് സമ്പാദ്യങ്ങളെ കൊടുത്തിട്ടോ, വരന്റെ കയ്യിൽ എന്ത് പ്രൗഢി ഉണ്ടായിട്ടോ, പ്രിയമുള്ളവരെ, സ്നേഹമുണ്ടാക്കാൻ കഴിയില്ല. കുന്നോളം പണം ചെലവഴിച്ചാലും ഏത് ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ടുവന്നാലും അതുണ്ടാവില്ല. നൽകേണ്ടുന്നവൻ അല്ലാഹുവാണ്. മവദ്ദത്തും റഹ്മത്തും നിങ്ങളിലൂടെ തരേണ്ടുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അത് ഊരിക്കളഞ്ഞാലേ, ഒരു വീട്ടിൽ രണ്ട് ആളുകൾ ജീവിച്ചിട്ട് പോലും പരസ്പരം കാണാത്ത ആളുകളായി ദമ്പതികൾ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നില്ലേ പ്രിയമുള്ളവർ? അതുകൊണ്ട് തന്നെ അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവണതകളെ കൊണ്ടുവരാതിരിക്കാൻ, ആഡംബരങ്ങളും അത്യാഡംബരങ്ങളും ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ കുറെ ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്നൊന്നല്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്. അവിടെ ലോകത്തിന്റെ പ്രവാചകൻ ഇത്ര ആൾക്കേ ഭക്ഷണം കൊടുക്കാവൂ എന്ന് ഒരു ഹദ്ദ്, പരിധിയൊന്നും അള്ളാന്റെ പ്രവാചകൻ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ടോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫിൻ, ദൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല. വരുന്ന അതിഥികളെ കഴിവിനനുസരിച്ച് മാന്യമായി വിളിക്കാം. അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും മാന്യമായ ഭക്ഷണം അവർക്ക് ധാരാളമായി കൊടുക്കാം. അതിലൊന്നും പ്രശ്നമല്ല. പക്ഷെ മനസ്സിലെ നെയ്യത്ത് വരണോന്റെ വിശപ്പടക്കലല്ല, നാട്ടുകാരുടെ മുമ്പിൽ ഞെട്ടിക്കണമെന്ന നെയ്യത്തിലാണ് കുറെ ദൂർത്തടിച്ച് കുറെ പാഴാക്കുന്നുവെങ്കിൽ അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. നേരെ മറിച്ച് അള്ളാഹ് വെറുക്കുന്ന വേദികളാക്കി നമ്മളിതിനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കേ, ഈ കരാർ ഒരു ഭൗതികമായ കരാർ പോലെയല്ല. അല്ല, ഒരു ബിസിനസ്സിലെ കരാർ നമുക്ക് ഒഴിവാക്കിയാൽ നമ്മുടെ ഇടപാട് തീർത്ത് പോരാം. ഭൗതികമായ കാര്യങ്ങളിലെ കരാറുകൾ തീർത്ത് നമുക്ക് പോരാം. പക്ഷേ അള്ളാഹു പറയാണ്, ലോകത്തിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടാനുള്ള ഏറ്റവും ബാധ്യതയുള്ള നിബന്ധനയുള്ള കടമ എവിടെയാണെന്നറിയോ? ഫുറൂജ്, നിങ്ങളുടെ വൈവാഹിക ബന്ധത്തിൽ നിങ്ങൾക്ക് വന്ന ഇണകളോടുള്ള കടമകളാണ്. അവിടെ അള്ളാഹുവിന്റെ സഹായം വേണോ? നമ്മളുടെ കടമ നിർവഹിച്ചാൽ അള്ളാഹു അവന്റെയും സഹായം നൽകുന്നതാണ്. ലോകത്തിന്റെ മുത്ത് പറയാണ്, 3 വിഭാഗം ആളുകളോട് ലോകത്തിന്റെ പ്രവാചകൻ പറയാ, അള്ളാഹു അവന്റെ കടമ നിർബന്ധമാക്കിയിരിക്കുന്നു. 3 വിഭാഗം ആളുകളോട് അല്ല കടമ നിർവഹിക്കാമെന്ന വാഗ്ദത്തം. ആ 3 വിഭാഗം ആളുകളാണ് സലാസത്തുൻ ഹഖ്ക അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കൽ അള്ളാന്റെ അവകാശം. അതായത് സഹായിക്കാതെ റബ്ബ് കടന്നു പോവില്ല. അതിൽ പ്രവാചകൻ എണ്ണിയത് വന്നാകിഹുല്ലദി യുരീദുൽ അഫാഫ്, നല്ല മനുഷ്യനാവണം, ലൈംഗിക വിശുദ്ധിയുള്ള ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ നിക്കാഹ് കഴിച്ച മനുഷ്യനിലെ അവനെ സഹായിക്കൽ അള്ളാന്റെ ഹക്കാണ്. എന്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് നന്നാവണം, നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന നെയ്യത്തോടെ കുടുംബത്തിലേക്ക് ഇറങ്ങിയാൽ അവരുടെ വിവാഹത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കും. അവർക്കിടയിൽ അള്ളാഹ് സ്നേഹം കൊടുക്കും, അവർക്കിടയിൽ അള്ളാഹ് കാരുണ്യം കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരു കൗൺസിലറുടെ മുന്നിലും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കരയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരില്ല.
ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോ മറ്റൊരു കാമുകനോട് മെസ്സേജ് അയക്കുന്ന ദുരവസ്ഥ അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഭർത്താവായിട്ട് ആ മനുഷ്യൻ മാറില്ല. എന്തുകൊണ്ടാണ്? അവൻ വിവാഹത്തിൽ ആഗ്രഹിച്ച അല്ലാഹുവേ നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടെ നിക്കാഹിലേക്ക് കടന്നു വന്നവരെ നിങ്ങളെ സഹായിക്കൽ അള്ളാന്റെ ഹക്കാണ്, അള്ളാന്റെ അവകാശമാണ്. അല്ല പിന്മാറൂല്ല, നിർബന്ധമായും അല്ല സഹായിച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ പറ, ഞാൻ അള്ളാന്റെ ആ നല്ല ജീവിതത്തിൽ കടക്കണമെന്ന പ്രവൃത്തി ചെയ്തിട്ടാണോ അതിലേക്ക് കടന്നത്? നല്ല നീയത്തോടെയാണോ വിവാഹത്തിലേക്ക് കടന്നത്? പ്രിയമുള്ളവരെ, പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെ, അന്യമതസ്ഥന്റെ ആചാരങ്ങളെ എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്ന രീതിയിൽ അന്യമതസ്ഥര് പോലും ചോദിക്കാണ്. മദ്രസകളുണ്ടായി, ഖുർആൻ ക്ലാസുകളുണ്ടായി, ഖുതുബകളുണ്ടായി, മതവിജ്ഞാന സദസ്സുകളുണ്ടായി. എന്നിട്ടും ഈ സമൂഹം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അതർപ്പതിച്ചു പോകുന്നുവെങ്കിൽ നോക്കണേ, അള്ളാഹുവിന്റെ കോപം വരാതെ സൂക്ഷിക്കാൻ നോക്ക്. നമ്മളൊക്കെ എല്ലാവരും അറിയണ നേർച്ചൊരു മാപ്പ് കൊടുക്കും ആൾക്കാർ. പലരും എല്ലാം നടക്കും സമൂഹത്തിൽ, വാപ്പ അതിനോട് സഹകരിച്ച് ഇങ്ങനെ നിൽക്കും. ലാച്ചക്കൂന ഇമ്മ, നിങ്ങളൊപ്പം കൂടികളാവരുത്. എല്ലാം നടക്കുമ്പോ നാട്ടിൽ അങ്ങനെയല്ലേ, അവരെ വീട്ടിൽ മഞ്ഞക്കല്യാണല്ലേ, എന്നാൽ ഞങ്ങളും അതിന്റെ കൂടെ അങ്ങോട്ടാവാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ഏറ്റവും ലജ്ജയില്ലാത്തവരായിട്ട് നമ്മൾ മാറാൻ വേദന കൊണ്ട് പറയാൻ. നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ ലെറ്ററും കൊണ്ട് വരലില്ലേ പിരിക്കാൻ? ആരാ വരലേ? ക്രൈസ്തവ ഇടവകയെന്ന് വരലുണ്ടോ? ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വരലുണ്ടോ? ഈ വരുന്ന സഹോദരി ഇന്ന മഹല്ലിലെ സഹോദരിയാണ്, അവർക്ക് 3 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടിയുടെ വിവാഹമാണ്, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹകരിക്കണമെന്ന് ലെറ്റർ കൊടുക്കാൻ മഹല്ലുകൾക്ക് വരെ ലജ്ജയില്ലാത്തൊരു കാലഘട്ടം. ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിനൊരു ചെലവും വരണില്ല, ആണിനാ ചെലവ്. എന്നിട്ട് നിങ്ങൾ ആണിനെ ആ വിവാഹത്തിൽ സഹായിക്കണ്ടേ? നമ്മൾ പെണ്ണിനെ സഹായിക്കുന്നതുകൊണ്ട് സ്ത്രീധനം കൊടുക്കണം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാരുടെ ഇതിനെ പിരിവെടുത്ത് വന്നിട്ട് പെൺകുട്ടീനെ മൊഞ്ചാക്കാനും മഞ്ഞൾ കുളിപ്പിക്കുമ്പോ അന്ത പ്രായം വന്ന വെല്ലിപ്പ വരെ മഞ്ഞ ഷർട്ടിട്ട് വന്നുത്തിരിക്കാൻ, ഉമ്മമാര് വരെ മഞ്ഞിട്ട് വന്നിരിക്കാൻ എത്ര പണം അതിന്റെ പേരിൽ. ഇതാ ഈ തഖ്വയുടെ മിമ്പർ സാക്ഷിയാണ്, ഈ മിമ്പർ സാക്ഷിയാണ്. ആ മഞ്ഞക്കല്യാണം മരുതെന്ന് പറഞ്ഞപ്പോ 30 ജോഡി ഡ്രസ്സാണ്, 30 ജോഡി ഡ്രസ്സാണ് കാടാമ്പുഴ ഭാഗത്തുനിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഈ ഖുത്ബ ഓൺലൈനിലൂടെ കേട്ട് തിരിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളൊന്ന് അവർ കരുതി വെച്ചത് ആലോചിച്ച് നോക്ക്. 30 ജോഡി ഡ്രസ്സുകൾ എന്തിനാ? മഞ്ഞക്കല്യാണം. പിന്നെ ചെക്കനും മഞ്ഞയിൽ അലങ്കരിക്കാം, ഡാൻസും പാട്ടുകളുമായി. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് ഓരോ രീതിയിലൂടെ ഈ ധൂർത്തുകൾ നടക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പണത്തിനെല്ലാം കടം വന്ന് അവസാനം കടക്കണിയിലാകുന്ന ആളുകൾ വേറെയും. അതുകൊണ്ട് എല്ലാം കഴിയുമ്പോ സമൂഹത്തിന് മുമ്പിൽ മയ്യത്ത് കട്ടിലിൽ പുതിയാപ്പള കടന്നു വരുന്നു, പല വാഹനത്തിൽ കടന്നു വരുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോ 2 ദിവസം കഴിഞ്ഞ വാപ്പ വരും, മാപ്പ് പറയുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. അവിടെയാ നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. രക്ഷിതാക്കളെ, ഒപ്പം കൂടികളാകരുത്. മറ്റൊരു പദം അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ഉപയോഗിച്ചത്, നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തന്നെ കൂട്ടിക്കൊടുപ്പുകാരായി മാറാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാക്കല്ല. എന്താണ്? തിന്മക്ക് വേണ്ടി കളമൊരുക്കുന്നവരാണ് ദയ്യൂസ്. ആ ദയ്യൂസുകളായി നിങ്ങൾ മാറല്ലേ. ഇപ്പൊ ഭാര്യ മോളുടെ ജീവിതത്തിൽ ഒരു വിവാഹമില്ലല്ലോ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാന്നല്ല. ആ മകൾക്ക് മുകളിൽ എന്റെ റബ്ബുണ്ട്, ആ മകൾക്ക് മുമ്പിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രവാചകനുണ്ട്, ഞാൻ എന്നതൊരു മുസ്ലിമാണ് എന്ന ബോധ്യം നമ്മളിലൂടെ കടന്നു വരാൻ ഒരു പാടില്ലാത്ത കാര്യം കണ്ട് കൈകൊണ്ട് തടയാൻ അതിന് കഴിയില്ലേ, നാവ് കൊണ്ട് തടയാൻ അത് കഴിയില്ലേ, ഹൃദയം കൊണ്ട് വെറുച്ചു മാറാൻ അത് ഈമാന്റെ ഏറ്റവും താഴെത്തട്ടാൻ ഒക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നിൽക്കണ വാപ്പാനല്ല വേണ്ടേ. അത് നടക്കൂല. എന്റെ വീട്ടിലെ ചെലവ് കൊടുക്കുന്ന വാപ്പാർക്ക് നട്ടലോടെ പറയാൻ കഴിയണം, അത് ചെയ്യുമ്പോ വേണ്ടാന്ന് പറയാൻ കഴിയണം. അവിടെയാണ് എല്ലാ തിന്മയും കഴിഞ്ഞ് അവസാനം വന്നിട്ട് ഒരു മാപ്പ് പറയുന്ന ആളുകളായിട്ടല്ല പ്രിയമുള്ളവരെ നമ്മൾ മാറേണ്ടത്. നമ്മൾ ആരാണ്? നിങ്ങളൊരു മധ്യമ സമൂഹമാക്കിയിട്ടുണ്ട്. എന്താ മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ? തീവ്രതയും പാടില്ല, ജീർണതയും പാടില്ല, അതിനിടയിലുള്ള ഒന്നും നടത്താൻ പാടില്ല, ഒരു നിലക്കും കല്യാണത്തിന് സന്തോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരല്ല നമ്മൾ മുസ്ലിങ്ങള്. ഇസ്ലാം അനുവദിച്ച സന്തോഷങ്ങളുണ്ട്. എന്നാൽ
ആഡംബരങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്ക് കടന്നതിനെ നശിപ്പിക്കുന്നവരാവരുത്. അതിന്റെ ഇടയിൽ നിൽക്കുന്നവരാണ്. എന്നിട്ട് പറയല് തകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? എന്താ ശുഹദ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനമില്ല എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പറഞ്ഞ ഈ ജനങ്ങൾക്കിടയിൽ ആ സാക്ഷി ഞാനാണ്. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. അള്ളാന്റെ പ്രവാചകൻ റസൂലാണെന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. ഈ വൈവാഹിക ജീവിതത്തിന്റെ തിന്മ പാടില്ല എന്നുള്ളതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. ഈ മുസ്ലിമിന്റെ ജീവിതം മാതൃകയാണ്. ആരെയാ നമ്മൾ വഞ്ചിക്കുന്നത് പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ ദീൻ ഇതാണ്, ഇസ്ലാം ഇതാണ്, മുസ്ലിമീകൾ ഇതാണ് എന്ന് സമൂഹത്തിനോട് പറയിപ്പിക്കുന്ന രീതികളിലൂടെ ഒരു പ്രവർത്തനങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഷഹീദാവാൻ പറ്റോ? നിങ്ങൾക്ക് സാക്ഷികളാവാൻ പറ്റോ? ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മാതൃകയായി ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിലേക്ക് നോക്കാം. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിവാഹമെന്ന്, ഇതാണ് അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതമെന്ന് നോക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും ഒരുപാട് നിങ്ങൾ നോക്കി ഏതൊക്കെ ആണും പെണ്ണും കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കല്ലേ. ഇതിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പറയും എല്ലാവരും ആങ്ങളാരാൻ, അമ്മായിയുടെ മോൻ ആങ്ങളേൻ, അമ്മാവന്റെ മകൻ ആങ്ങളേൻ. നിങ്ങൾക്കറിയാം ഇവര് മഹറമകളുടെ ഗണം എവിടെ കിടക്കുന്നു? ജ്യേഷ്ഠ അനുജന്മാരുടെ മക്കള് വരെ മഹറമല്ല. അത് നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ എളാപ്പി മൂച്ചാപ്പല്ലേ, അതുവരെ നമ്മുടെ മഹറമില പഠിച്ചല്ലേ. അതുകൊണ്ട് ഇന്റെ പെങ്ങളാൻ ഞാൻ ബൈക്കും വരച്ച് കൊണ്ടുപോവാൻ. ജ്യേഷ്ഠനുജന്മാരുടെ മക്കൾ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും അങ്ങനൊക്കെ ഉണ്ടോ ഇസ്ലാമില്? മഹറം വിഷയത്തിൽ മാത്രം നമ്മളൊരു ഖുത്ബ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ മുത്തു റസൂലിന്റെ മകള് ഫാത്തിമ ബീവിനെ കല്യാണം കഴിച്ചതാരാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാ? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ സഹോദരന്റെ മോന. അത് ഇസ്ലാമില് മഹറമല്ല. നമ്മളത് മഹറമാണെന്ന് പറഞ്ഞിട്ട് എല്ലാരും കെട്ടിപ്പിടിച്ച് എന്തുമാകാം എന്ന ലൈസൻസ് കൊടുക്കുന്നവരാകരുത്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വേണ്ടേ നമ്മുടെ വീട്ടിൽ? നമ്മളുടെ മക്കളുടെ തുടർന്നുള്ള ജീവിതം ഒരു കണ്ണീരില്ലാതെ സന്തോഷത്തോടെ പോവണ്ടേ? അവരുടെ ജീവിതത്തിൽ അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവണ്ടേ? ഒരു ദിവസത്തെ ആഘോഷമാണോ? അല്ല ജീവിതകാലം മുഴുവൻ നീണ്ടു കിടക്കുന്ന ജീവിതത്തിലെ അള്ളാന്റെ കാരുണ്യമില്ലാത്ത ജീവിതമാണോ? അതെങ്കിലും ഒന്ന് ആലോചിക്കാൻ ഒക്കെ നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ ദിവസമല്ലേ എന്ന് പറയാൻ ബനൂ ഇസ്രായേലിനെ പോലെ ശപിക്കപ്പെട്ട ആളുകളായിട്ട് നമ്മൾ മാറരുത് പ്രിയമുള്ളവരെ. മൂസാ നബി അവരോട് പറഞ്ഞില്ലേ, വസ്മഊ, നിങ്ങൾ കേൾക്കണേ, വസ്മഊ, നിങ്ങൾ കേൾക്കണേ. കാലു അവര് പറയാണ്, സമിഅന, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വഅസൈന, ഞങ്ങൾ അതിനെ എതിര് പ്രവർത്തിക്കുന്നുമുണ്ട്. ഞങ്ങൾ കേട്ടു, പക്ഷെ മൂസ നിന്നോട് ഞങ്ങൾ എതിരെ ചെയ്യുള്ളൂ. ഖുർആനിലുണ്ട് ഞങ്ങൾക്കറിയാം, ഹദീസിലുണ്ട് ഞങ്ങൾക്കറിയാം, ഇത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനൊക്കെ അങ്ങോട്ട് പാലിക്കാൻ പറ്റുമോ? അല്ലാഹ് നമ്മളെ പടച്ചതാര? പടച്ചോനാണ്. ആ പടച്ചവനറിയാം മനുഷ്യന്റെ പരിമിതികൾ എന്താണ്, കഴിവെന്താണ്. ഒരു വാഹനം നിർമ്മിച്ച കമ്പനിക്കാണ് അതിന്റെ കാറ്റലോഗ് അവതരിപ്പിക്കാനുള്ള അവകാശമുള്ളത്. നമ്മളെ പടച്ച അല്ലാഹ്ക്കാണ്. നമ്മളുടെ മനസ്സറിയുന്ന, ഹൃദയമറിയുന്ന, ചിന്തകളറിയുന്ന, വിവേകമറിയുന്ന, നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്ക് മുകളിൽ വിവരമറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹ്നനുസരിച്ച് നോക്ക്. ഏറ്റവും നല്ല സുന്ദരമായ ഏത് ഭൗതിക സാഹചര്യങ്ങൾ നമ്മളുടെ കയ്യിലില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്ത ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ 3 മാസം ഭക്ഷണമില്ലാതെ, വേവിച്ച ഭക്ഷണമില്ലാതെ മാസപ്പിറവി കണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ഒരു പുക ഉയരുന്നത് പോലും കാണാതെ ഇരുട്ടത്തിങ്ങനെ തപ്പി നടന്നു എന്ന് പറയും മുമ്പ് വിളക്ക് കത്തിച്ചു വെക്കാമായിരുന്നില്ലേ? ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാർ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞില്ല, വിഷമുണ്ടെന്ന് പറഞ്ഞില്ല, സന്തോഷമുള്ള ജീവിതം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ ബറക്കത്ത് ആ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ള അതിനെ പ്രവൃത്തി തലങ്ങളിലൂടെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്ന വിഷയം, വൈവാഹിക ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് കെട്ടിപ്പടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഈ രണ്ടാമത്തെ ഖുതുബയിൽ ഒരു ഈമാനികമായ ചൈതന്യം നമ്മൾ നിലനിൽക്കാൻ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്താൽ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. വേറൊരു റിവായത്തിന്റെ ഹദീസിൽ കാണാം, ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ രാത്രി അഥവാ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മിനൻ നൂർ, അല്ലാഹു തആല അവന്റെ വെളിച്ചത്തിൽ നിന്നുള്ള ആ പ്രകാശം അവർക്ക് നൽകും. ബൈനൽ ജുമുഅത്തൈൻ, ആ രണ്ട് ജുമുഅകൾക്കിടയിലുള്ള ദിവസങ്ങളിൽ അള്ളാഹു പ്രകാശത്തെ നൽകുമെന്നുള്ളതാണ്. അപ്പോൾ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം മുതൽ നമുക്ക് ഓതി തുടങ്ങാം. എന്തിനാണ് ആ പ്രകാശം എന്ന് പറഞ്ഞത്? എന്താണ്? ഈമാനിന്റെ, തഖ്വയുടെ, ഇഖ്ലാസിന്റെ ഈമാനികമായൊരു പ്രകാശം അള്ളാഹു നൽകുന്നു. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാൻ അങ്ങനെ തീരുമാനമെടുച്ചാൽ നോക്കി, 5 വക്ത് കൃത്യമായ നിസ്കാരമുണ്ട്, അള്ളാഹു താല പാപങ്ങൾ പൊറിച്ചു തരാൻ, ശുദ്ധീകരിച്ച് തരാൻ, തെറ്റുകളിൽ നിന്നിങ്ങനെ തടയാൻ. അതോടൊപ്പം തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ നല്ലൊരു ഉത്ബോധനം കിട്ടി, അടുത്ത ഉത്ബോധനം വരെ അതിന്റെ ആദ്യ സമയത്ത് പള്ളികളിലേക്ക് വന്നു. അതിനിടയിലുള്ള പാപങ്ങൾക്ക് വരെ പ്രായശ്ചിത്തമായി, ദിക്റുകളായി, പ്രാർത്ഥനകളായി, സ്വലാത്തുകളായി, അങ്ങനെ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുമോ. അതിനിടയിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, അൽ കഹ്ഫ് പാരായണം ചെയ്യാൻ നമ്മൾ ഇതൊരു തീരുമാനമാക്കി നമ്മൾ എടുക്കാം. വെള്ളിയാഴ്ച വ്യാഴാഴ്ച മഗ്രിബ് കഴിയുന്ന സമയം മുതൽ ഏതെങ്കിലും ഒരു സമയം ഒരു 110 ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പാരായണം ചെയ്യും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഈമാനിനെ നിലനിർത്തിക്കൊണ്ടുവരാൻ. കാരണം നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നന്നാവണം, ഇവിടെ നമ്മൾ പുറത്തേക്കിറങ്ങി പിന്നെ ചങ്ങരംകുളം ടൗണാണ്, കച്ചവടക്കാരും മങ്ങാടി മാർക്കറ്റും, അവിടെ വീട്ടിലേക്ക് വേണ്ട 4 സാധനങ്ങളെ വില ചോദിച്ച് 4 ആളോട് വർത്താനം പറഞ്ഞ് ഈമാന് പല വഴിക്ക് സ്പ്രെഡാവും. ഇതിങ്ങനെ ചാർജ് ചെയ്ത് നിർത്തണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക ചെയ്യാൻ അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരു അവസരം തന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലെ ഒരു മദ്രസയുടെ ഒരു 3 കോടിയോളം വരുന്ന വലിയൊരു പ്രൊജക്ട് അൽഹംദുലില്ലാഹ് ഒരു മദീനയുടെ നേതൃത്വത്തിൽ അത് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. പലപ്പോഴും നമ്മുടെ പള്ളിയിൽ നിന്ന് സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കുറച്ച് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവിടെയുള്ള ന്യൂനപക്ഷമായി പ്രയാസങ്ങളിൽ കഴിയുന്ന, തൗഹീദിൽ കഴിയുന്ന മുസ്ലിമീങ്ങൾ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളുടെ വക ഒരു സ്വതക്ക നാളെ ആഖിറത്തിൽ എനിക്ക് കിട്ടണം. നാളെ മക്കൾ അതുകൊണ്ട് ദീന് പഠിച്ചു വളരുമ്പോൾ, പ്രാവർത്തികമാക്കുമ്പോൾ, ഞാൻ നാളെ മരിച്ച ഖബറിലാണെങ്കിലും എനിക്കത് കിട്ടണം എന്നുള്ള നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ചാക്കുമാറാവട്ടെ. അല്ലാഹുവേ, നരകത്തിന്റെ വിറകുകളാക്കി മാറ്റല്ലേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في جميع بلادنا وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا